അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും റംബൂട്ടാനിലേക്ക് പിന്നെ സ്വാഗതം. ഇത് വേറൊരു വീഡിയോൻ്റെ ഇൻട്രോ ആണ്. ഞങ്ങൾ കാട്ടിൽ പെട്ടുപോയതുകൊണ്ട് ആ വീഡിയോൻ്റെ ഇൻട്രോ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത് ഞാൻ പിന്നീട് ഒരു ദിവസം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഒന്നും തോന്നരുത്. എന്നാൽ ശരി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവൽ വ്ളോഗാണ്. നമ്മളിപ്പോൾ ഒരു കാട്ടിൽ കുടുങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ ഈ കാട്ടിൽ നിന്ന് വഴി കണ്ടുപിടിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്താനുള്ള ശ്രമത്തിൽ. അപ്പോൾ എൽഡ് ഉള്ളപ്പോ വേറെ പുലിയോ? അങ്ങനെയാണ് എൽഡ് പറയുന്നത്. മൈ ഗോഡ്, പുലിമടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മരണത്തിന്റെ വക്കലെത്തിയിരിക്കുന്നു. അപ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി പാറ ഒറ്റയ്ക്ക് മാത്യൂസ് തടഞ്ഞു പിടിച്ചിരിക്കുകയാണ്. മാറി കിടങ്ങോട്ടെ. അതെ, അത് ചെയ്ത നിമിഷം വേണമെങ്കിലും താഴെ വീഴും. ഇത് മറിഞ്ഞു വീഴും. നമ്മളപ്പോ ജീവൻ അതെ, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ശരിടാ. ഞങ്ങളോട് ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താണ്, നമ്മളേതെങ്കിലും കാട്ടിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ ആദ്യം വെളിച്ചുള്ള സ്ഥലത്തേക്ക് പോകണം. ഞങ്ങൾ വെളിച്ചുള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ആ വെളിച്ചുള്ള സ്ഥലം. ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്യു ഷാജിനെ നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നു. അതെ, മാത്യു ഷാജി അത്ഭുതകരമായ രക്ഷപ്പെട്ടു. എങ്ങനെ? നിങ്ങൾ ഈ വ്യൂ കാണും. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ, പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തി. ഇപ്പം ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ കൈ കാണിക്കാൻ വേണ്ടി മാത്യൂസ് ഇപ്പോൾ ഒരു മലേൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അതെ, മലേൻ്റെ മുകളിലാണ് ഇപ്പോൾ മാത്യൂസ് നിൽക്കുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ് മാത്യൂസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്യൂസ് അതൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. രക്ഷിക്കാൻ വേണ്ടി ഈ മലയുടെ മുകളിൽ ഞങ്ങൾ കയറി നിൽക്കുകയാണ്. കയറി നിന്നതിന് ശേഷം ഞങ്ങൾ ഒരു പുക കാണുന്നുണ്ട്. അവിടെ ജീവന്റെ ഇതുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ജീവന്റെ തുടിപ്പ്. യെസ്, ഇതാണ് ഷോണും മാത്യൂസും ഏറ്റവും സഹായിച്ച. അതെ, ഏറ്റവും സഹായിച്ച കൂട്ടുകാരനാണ്. അതെ, അവനില്ലായിരുന്നു ഞങ്ങൾ വഴിയെ തെറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് കുറെ ഓണടിച്ച് ഞങ്ങളെ വഴി തെറ്റിച്ചത് അവനാണ്. അതപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. എന്റെ പേടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഷോണാണ് കയറി വരുന്നത്. അപ്പൊ നീ കൊള്ളാടാ നീ. ഇതുവഴി ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടായിരുന്നു നേരത്തെ. ഞങ്ങൾ കൈ കാണിച്ചായിരുന്നു. ഞങ്ങൾ രക്ഷിക്കാൻ വരാന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. ഓടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എൽഡിച്ചേട്ടനാണ് നിങ്ങൾ ഈ കാണുന്നത്. അതെ, സാഹസപരമായ പോരാട്ടം. ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് എങ്ങനെയാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള പോരാട്ടം കാണാൻ വേണ്ടി കാത്തിരിക്കുക. 2 എപ്പിസോഡായിട്ടായിരിക്കും വരുന്നത്. ഞങ്ങൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം. അതെ, ഒന്ന് ഇവിടെ നിന്ന് പോകുന്നത്, രണ്ടാമത്തെ നാട്ടിലെത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു പ്രത്യേകതര സാഹചര്യത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ നാക്ക് ചില സമയത്ത് ഇങ്ങനെ ഇതാവുന്നത്. അതെ, മാത്യൂസിന് പേടിയൊന്നുമില്ല. മാത്യൂസ് വളരെ പണ്ടോട്ടെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. മാത്യൂസ് ആ പാറ താങ്ങി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ചത്തു പോയാനെ. യെസ്, അതെ, ഞങ്ങളുടെ രക്ഷകനാണ് മാത്യൂസ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ പുറകെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് നല്ലൊരു കാഴ്ചയാണ്. പുഴയും എടയ്ക്കൽ ഗുഹയും ബജ്രംഗ് ദളിന്റെ ഫ്ലാഗും പിന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ട മാത്യു ഷാജി, ദൈവത്തിന്റെ കരങ്ങൾ, പേടിത്തൊണ്ടരായ എൽഡിച്ചജി, എല്ലാം എല്ലാമായ ഞാൻ എന്നാ സ്വയം അവകാശപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ എത്തുന്നതിന് മുമ്പുള്ള ഞങ്ങളുടെ യാത്രകൾ. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വേറൊരു ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും. തമാശ കളിക്കല്ലേ.